ഹലോ, നമ്മളിന്ന് പോവാറാണേ. അപ്പോൾ ദേ ചേച്ചിയും അനിയനും ഭയങ്കര സ്നേഹമാണ്. ഇത് നോക്കണ്ട, ചില സമയത്ത് നല്ല അടിയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന ജോച്ചേൻ്റെ വീട്ടിലാണ്. രാത്രി ആയപ്പോഴേക്കും അശ്വജിക്ക് ഒട്ടും വയ്യ, നല്ല വയറുവേദനയും തലവേദനയൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ദേ ആയുഷിനെ റിച്ചനെയൊക്കെ കൂടെ കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നാളെ അവർ വയ്ക്കുന്ന പുതിയ വീടിൻ്റെ കോൺക്രീറ്റ് ആണ്. അപ്പോൾ അവർ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീടൊക്കെ പൂട്ടി അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ പോയി ഡോക്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഡോക്ടറിനെയൊക്കെ കാണിച്ച് മരുന്നൊക്കെ വെച്ച് ഡ്രിപ്പൊക്കെ ഇട്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓൾമോസ്റ്റ് 2 മണി കഴിഞ്ഞപ്പോഴേക്കാണ് ഹോസ്പിറ്റലിൽ പോയത്. അതുകൊണ്ട് തന്നെ ജോച്ചേട്ടൻ്റെ അവിടെ ബെഡ് കിട്ടിയപ്പോൾ കയറി കിടന്ന് ഉറങ്ങുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അടുത്ത ദിവസം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ആളെ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കുമൊക്കെ കൊടുത്തു. അതൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങിയൊക്കെ എണീച്ചതിന് ശേഷം നമ്മളിതേ വീട്ടിലേക്ക് അവരെ പുതിയ വീട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് ഞാനും ചേച്ചിയും കൂടെ.